നമസ്കാരം. ജ്യോതിഷം അനുസരിച്ച് ഗ്രഹങ്ങൾ ഒരു നിശ്ചിത കാലയളവിന് ശേഷം രാശിചിഹ്നങ്ങൾ മാറുക തന്നെ ചെയ്യുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ചില ഗ്രഹങ്ങളുമായി ചേർന്ന് ഗ്രഹങ്ങൾ ഒരു സംയോജനം തന്നെ ഉണ്ടാക്കുന്നു. അതുമൂലം ശുഭകരവും അതേപോലെ തന്നെ അശുഭകരവുമായ യോഗങ്ങൾ രൂപാന്തരപ്പെടുന്നു എന്ന് പറയാം. ഈ സമയം മകരം രാശിയിൽ ഗ്രഹങ്ങളുടെ ഒരു സംയോജനം രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. മകരം രാശിയിൽ ചൊവ്വയും ചന്ദ്രനും കൂടി ഉള്ളതിനാൽ മഹാലക്ഷ്മി യോഗമാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ഈ യോഗം ഏറ്റവും വിശേഷമാണ് അഥവാ ശുഭകരമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യം ഉള്ളതിനാൽ അത് പല രാശിക്കാരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. പല രാശിക്കാരുടെയും ജീവിതത്തിൽ ശുഭയോഗത്തിന്റെ സ്വാധീനം ഉണ്ടാവുക തന്നെ ചെയ്യും. ചൊവ്വയുടെയും ചന്ദ്രന്റെയും സംയോജനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ തന്നെയാകുന്നു. കൂടാതെ അവരുടെ ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ മേടം രാശിയിൽ മഹാലക്ഷ്മി യോഗം 10ാം ഭാവത്തിലാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഉള്ളതിനാൽ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില നേട്ടങ്ങൾ, ചില അത്ഭുതകരമായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരാം. മേടം രാശിക്കാർക്ക് പല മേഖലകളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. അവരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും അവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. സമൃദ്ധിയിൽ വലിയ വർധനവ് തന്നെ വന്നു ചേരാം. വരുമാനം വർദ്ധിക്കുന്നതിലൂടെ കൂടുതൽ സമ്പത്തും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വളരെയധികം വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കൂടാതെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അർപ്പണബോധം നിങ്ങളിൽ വന്നു ചേരുകയും അഥവാ ഇരട്ടിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജോലികൾ വിലമതിക്കപ്പെടും അഥവാ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാനും സഹായകരമാണ് ഈ സമയം എന്നുകൂടി മനസ്സിലാക്കുക. കൂടാതെ ചൊവ്വ കാരണം നിങ്ങളുടെ നേതൃത്വപരമായ കഴിവ് വർദ്ധിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവർക്ക് പോലും അത്ഭുതങ്ങൾ നൽകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കഴിവ് വർദ്ധിക്കുക തന്നെ ചെയ്യും. സാമ്പത്തികപരമായ സ്ഥിതി ശക്തമായി തീരും. നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ, ആവശ്യത്തിന് ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ നിമിഷം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമാണ്. ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വൃശ്ചികം രാശിയുടെ 3ാം ഭാവത്തിലാണ് മഹാലക്ഷ്മി യോഗം രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ ഈ സമയം ഈ രാശിക്കാർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ദീർഘകാലമായി നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പല പ്രവൃത്തികളും ജോലികളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനുള്ള അവസരമാണ് വന്നു ചേരുക. അധ്വാനിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിന് ഫലം ലഭിക്കും. അതിന് തക്കതായ പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഏത് കാര്യമാണ് എങ്കിലും ആ കാര്യത്തിൽ തിടുക്കം നിങ്ങൾ കാണിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ അനിവാര്യം തന്നെയാകുന്നു.
സാമ്പത്തിക സ്ഥിതി മികച്ചതായി തീരും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടതായിട്ടുള്ളത്. കൂടാതെ ഈ സമയം പണം കൈകാര്യം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുക തന്നെ ചെയ്യും. എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിക്ഷേപങ്ങൾ നടത്തുകയാണ് എങ്കിൽ ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഈ സമയം സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഇവരുമായുള്ള ബന്ധം വളരെ അനുകൂലമായി തീരാം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിയുടെ 1-ാം ഭാവത്തിലാണ് മഹാലക്ഷ്മി യോഗം രൂപാന്തരപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അത്തരമൊരു സാഹചര്യം നിലവിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നതിനാൽ തന്നെ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിൽ പ്രധാനമായും പറയാനുള്ളത് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും എന്ന കാര്യമാകുന്നു. ആഡംബരങ്ങളായ ചില വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതല്ല, നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സ്വന്തമാക്കുകയോ വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. ബന്ധം മികച്ചതായി തീരും. അതിനാൽ തന്നെ ഈ സമയം തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവിടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സമയമാണ് എന്ന് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതിനാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ സമയം കൃത്യമായി ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഉയർച്ച നൽകും എന്ന കാര്യവും തീർച്ച തന്നെയാണ്. കൂടാതെ ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം ആരോഗ്യപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരമാണ് ഈ സമയം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശ്രമങ്ങൾ നടത്തുക. തീർച്ചയായും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം നിസ്സംശയം പറയാം. ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും പരമശിവനെ ഈ നിമിഷം ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഈ സമയം ഈ ദിവസങ്ങളിൽ തീർച്ചയായും ഈ ദേവതകളെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും.